നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ദിവസവും ആകാശത്ത് നോക്കി വെറും 2 മിനിറ്റ് അതിശക്തിയാർന്ന ഈ ഒരേ ഒരു വരി ഒന്ന് ചൊല്ലി നോക്കൂ. നിങ്ങൾ ആഗ്രഹിച്ചത് അതുപോലെ തന്നെ നടക്കുന്നതാണ്. മാത്രമല്ല, നിങ്ങൾ ചോദിക്കുന്നത് ലഭിക്കുന്നതുമാണ്. നമ്മുടെ ചാനലിൽ ആഗ്രഹിച്ചത് അതുപോലെ തന്നെ നടക്കുന്നതിനായി ധാരാളം താന്ത്രിക പരിഹാരങ്ങൾ, മന്ത്രജപങ്ങൾ, രഹസ്യ വഴിപാട് രീതികൾ, കൂടാതെ ലോ ഓഫ് അട്രാക്ഷൻ മെത്തേഡ് എന്നിങ്ങനെ പല വീഡിയോയും ചെയ്തിട്ടുണ്ട്. എന്നാൽ ഇന്ന് പറയാൻ പോകുന്നത് അതിശക്തിയാർന്ന അത്ഭുത ഫലം നൽകുന്ന ഒരു ലോ ഓഫ് അട്രാക്ഷൻ മെത്തേഡാണ്. ചെറിയ കുട്ടികൾ മുതൽ മുതിർന്നവർക്ക് വരെ ഈ ഒരു മെത്തേഡ് ചെയ്യാവുന്നതാണ്. 100% നിങ്ങളെ അതിശയിപ്പിക്കുന്ന തരത്തിൽ ഫലങ്ങൾ ലഭിക്കുന്നതാണ്. ഇനി പറയാൻ പോകുന്ന ഈ ഒരു മെത്തേഡ് കറക്റ്റായിട്ട് നിങ്ങൾ ഫോളോ ചെയ്താൽ നിങ്ങൾ ആഗ്രഹിച്ചത് എന്തെല്ലാമാണോ അതെല്ലാം ഒന്നിനു പിറകെ ഒന്നായി നിങ്ങളിലേക്ക് വന്നു ചേരുന്നതാണ്. ഈ ഒരു മെത്തേഡ് പ്രയോജനപ്പെടുത്തുന്നതിലൂടെ ചില പ്രത്യേക ആഗ്രഹങ്ങൾ അല്ലെങ്കിൽ ആവശ്യങ്ങൾ മാത്രമേ നിറവേറൂ എന്നില്ല. നിങ്ങളുടെ ചെറിയ ചെറിയ ആഗ്രഹങ്ങൾ മുതൽ നിങ്ങളുടെ ഏറ്റവും വലിയ ലക്ഷ്യങ്ങൾ വരെയുള്ള സകലതും ഈ ഒരു മെത്തേഡ് ചെയ്യുന്നതിലൂടെ നിറവേറി കിട്ടുന്നതാണ്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ചില പ്രത്യേകമായ ആഗ്രഹങ്ങളോ അല്ലെങ്കിൽ ആവശ്യം നിറവേറണമെന്ന് മനസ്സിൽ സങ്കല്പിച്ചുകൊണ്ട് ഈ ഒരു മെത്തേഡ് പ്രയോജനപ്പെടുത്തേണ്ട ആവശ്യമില്ല. നിങ്ങളുടെ മനസ്സ് ഫ്രീ ആയി വെച്ചുകൊണ്ട് യാതൊരു പ്രതീക്ഷയും ഇല്ലാതെ യാതൊരു ആവശ്യങ്ങളും ഇല്ലാതെ ഇനി പറയാൻ പോകുന്ന ഈ ഒരേ ഒരു വരി സന്തോഷത്തോടെ, ആത്മാർത്ഥതയോടെ, വളരെ ഉത്സാഹത്തോടു കൂടി ചൊല്ലുക. അതുമാത്രം മതി. അടുത്ത ചില ദിവസങ്ങൾക്കുള്ളിൽ തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ മാജിക് നടക്കുവാൻ ആരംഭിക്കുന്നതാണ്. അതിശക്തിയാർന്ന ആ ഒരു വരി ഏതാണെന്നും എങ്ങനെയാണ് അത് പ്രയോജനപ്പെടുത്തേണ്ടതെന്നും ഈ വീഡിയോയിലൂടെ മനസ്സിലാക്കാം. അതിനു മുൻപായി ഈ ചാനൽ ആദ്യമായി കാണുന്ന എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുവാനും അടുത്തുള്ള ബെൽ ബട്ടൺ പ്രസ് ചെയ്യുവാനും മറക്കരുത്. അപ്പോൾ എല്ലാ ദിവസവും ഇടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ ഉടൻ തന്നെ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. പൊതുവായി ദിവസവും 2 മുതൽ 5 മിനിറ്റ് വരെ മനസ്സിൽ യാതൊരു ചഞ്ചലവും ഇല്ലാതെ ഒരു ധ്യാനം പോലെ സമാധാനത്തോടുകൂടി ആകാശത്തിലേക്ക് നോക്കിയിരുന്നാൽ തന്നെ നമ്മുടെ ജീവിതത്തിൽ ധാരാളം അതിശയങ്ങൾ നടക്കുന്നതാണ്. നല്ല വെയിലുള്ള സമയത്ത് ആകാശത്തിലേക്ക് നോക്കുവാൻ പാടില്ല. നമ്മുടെ കണ്ണുകൾക്ക് എരിച്ചിലോ പുകച്ചിലോ തോന്നാത്ത ആ ഒരു സമയത്ത് വേണം ആകാശത്തിലേക്ക് നോക്കുവാൻ. സൂര്യൻ അസ്തമിക്കുന്ന ആ ഒരു സമയം മുതൽ അതിരാവിലെ സൂര്യൻ ഉദിച്ചതിന് ശേഷമുള്ള ചില നിമിഷങ്ങൾ വരെ വളരെ സുഖപ്രദമായ ഒരവസ്ഥയായിരിക്കും ആകാശത്തുണ്ടാവുക. ആ ഒരു സമയം വരെയും ആകാശത്തിലേക്ക് നമുക്ക് നോക്കാവുന്നതാണ്. ഇനി പറയാൻ പോകുന്ന അതിശക്തിയാർന്ന ഊർജം നിറഞ്ഞ ഈ ഒരു വാക്യവും ഈ ഒരു സമയത്താണ് ചൊല്ലേണ്ടത്. ഈ ഒരു വാക്യത്തെ ഇംഗ്ലീഷിൽ അഫർമേഷൻ എന്നാണ് പറയുന്നത്. അതായത് സ്വയം പ്രകടനം അല്ലെങ്കിൽ ഉപബോധ മനസ്സ് എന്നർത്ഥം. ഇനി അഫർമേഷൻ എന്നാൽ എന്താണെന്നാൽ പൂർണ്ണമായും പോസിറ്റീവായ വളരെ സിമ്പിളായ സെൻറ്റൻസ് ആണ്. ഇനി അഫർമേഷനെ സംബന്ധിച്ച് ഏത് ലാംഗ്വേജിലേക്കും ട്രാൻസ്ലേറ്റ് ചെയ്തും ഈ വാക്ക് നമുക്ക് പ്രയോജനപ്പെടുത്താവുന്നതാണ്. ഇനി അഫർമേഷൻ വാക്യത്തിൽ ഒരു വാക്കുപോലും നെഗറ്റീവായി ഉണ്ടാകുവാൻ പാടില്ല. അതുകൊണ്ട് തന്നെ ഈ വാക്യം നിങ്ങൾ സ്വന്തമായി പ്രയോജനപ്പെടുത്തുമ്പോൾ അല്ലെങ്കിൽ മറ്റൊരു ഭാഷയിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യുമ്പോഴും വളരെയധികം ശ്രദ്ധിക്കേണ്ടതാണ്. ഇതൊരു പൂർണ്ണമായ ലോ ഓഫ് അട്രാക്ഷൻ മെത്തേഡ് ആയതുകൊണ്ട് തന്നെ ഏതു ദിവസവും ഇത് പ്രയോജനപ്പെടുത്താവുന്നതാണ്. മാത്രമല്ല, കുളിച്ചതിന് ശേഷം മാത്രമേ ഈ ഒരു മെത്തേഡ് ചെയ്യുവാൻ പാടുള്ളൂ എന്നില്ല. നോൺ വെജ് കഴിച്ചാലും സ്ത്രീകൾക്ക് പീരിയഡ്സ് ആയിരുന്നാലും ഈ ഒരു മെത്തേഡ് ചെയ്യാവുന്നതാണ്. ചുരുക്കി പറഞ്ഞാൽ ഈ ഒരു മെത്തേഡ് ചെയ്യുവാൻ യാതൊരു വിധത്തിലുള്ള റൂൾസ് ആൻഡ് റെഗുലേഷൻസും ഇല്ല. ഇനി പറയാൻ പോകുന്ന ഈ ഒരു വാക്യം തുടർച്ചയായ 48 ദിവസമാണ് പ്രയോജനപ്പെടുത്തേണ്ടത്. 48 ദിവസത്തിനുള്ളിൽ ഒരു ദിവസം പോലും ബ്രേക്ക് എടുക്കാതെ വേണം ഈ ഒരു മെത്തേഡ് ചെയ്യുവാൻ. യാതൊരു പ്രതീക്ഷയും ഇല്ലാതെ പൂർണ്ണമായ ഉത്സാഹത്തോടു കൂടി ഈ ഒരു മെത്തേഡ് പ്രയോജനപ്പെടുത്തിയാൽ അടുത്ത ചില ദിവസങ്ങൾക്കുള്ളിൽ തന്നെ, അതായത് ഒരാഴ്ചയ്ക്കുള്ളിൽ തന്നെ ധാരാളം അതിശയങ്ങളും അത്ഭുതങ്ങളും നിങ്ങളുടെ ജീവിതത്തിൽ നടക്കുവാൻ ആരംഭിക്കുന്നതാണ്. നിങ്ങളുടെ ആഴ്മനസ്സിലുള്ള നിങ്ങളുടെ ആഗ്രഹങ്ങൾ ഓരോന്നായി നടക്കുന്നത് നിങ്ങൾക്ക് തന്നെ സ്വയം തിരിച്ചറിയുവാൻ സാധിക്കുന്നതുമാണ്. തുടർച്ചയായ 48 ദിവസം ഈ ഒരു മെത്തേഡ് നിങ്ങൾ ഫോളോ ചെയ്യുന്നതിലൂടെ നിങ്ങളുടെ ജീവിതത്തിൽ വളരെ വലിയ മാറ്റങ്ങൾ വന്നു ചേരുന്നതാണ്. നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന അത്ഭുതകരമായ മാറ്റങ്ങൾ കണ്ട് 48 ദിവസത്തിന് ശേഷവും നിങ്ങൾ തന്നെ സ്വയം ഇത് തുടർന്ന് ചെയ്യുന്നതാണ്. വീടിൻ്റെ ടെറസിലോ അല്ലെങ്കിൽ ബാൽക്കണിയിലോ അങ്ങനെ എവിടെയിരുന്നും ഇത് ചൊല്ലാവുന്നതാണ്. ഇനി മറ്റുള്ളവർ ഡിസ്റ്റർബ് ചെയ്യാത്ത തരത്തിൽ തനിയെ ഇരുന്ന് ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. ഇനി മറ്റുള്ളവർ നിങ്ങളെ നോക്കിക്കൊണ്ടിരുന്നാൽ നിങ്ങളുടെ ശ്രദ്ധ മാറിപ്പോകുന്നതാണ്. ഈ ഒരു മെത്തേഡിന് പ്രധാനമായും ശ്രദ്ധയാണ് ആവശ്യമുള്ളത്. വളരെയധികം ശ്രദ്ധയുള്ളിടത്ത് മാത്രമേ ശക്തി വർദ്ധിക്കുകയുമുള്ളൂ. അതുകൊണ്ട് തന്നെ വളരെ സ്വസ്ഥമായി ഒരു ഭാഗത്തിരുന്ന് ശ്രദ്ധയോടുകൂടി ഇത് ചെയ്യുക. ഇനി ഈ ഒരു മെത്തേഡ് ചെയ്യുമ്പോൾ വളരെയധികം ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം കൂടിയുണ്ട്. ഞങ്ങൾക്ക്
ആകാശത്തേക്ക് നോക്കുവാൻ കഴിയില്ല. വീടിൻ്റെ മുകളിലും പോകാൻ സാധിക്കില്ല. ബാൽക്കണിയിൽ ഇരുന്നാലും ഞങ്ങൾക്ക് ആകാശം കാണില്ല. അങ്ങനെയുള്ളവർക്ക് ഒരു കാരണവശാലും ഈ ഒരു മെത്തേഡ് ചെയ്യുവാൻ സാധിക്കില്ല. അതുകൊണ്ട് തന്നെ ആകാശം കാണുന്ന രീതിയിൽ നോക്കിയിരുന്ന് വേണം ഈ ഒരു മെത്തേഡ് ചെയ്യുവാൻ. ഇനി തുടർച്ചയായ 48 ദിവസത്തിനുള്ളിൽ ഇടയ്ക്ക് വെച്ച് ഏതെങ്കിലും 1-2 ദിവസം മുടങ്ങിയാൽ വിഷമിക്കേണ്ട ആവശ്യമില്ല. ആ മുടങ്ങിയ ദിവസം കൂട്ടിയെടുത്ത് 48 ദിവസം പൂർത്തിയാക്കേണ്ടതാണ്. എന്നാൽ ദീർഘനാൾ നിങ്ങൾ ഇടവേളയെടുത്താൽ വീണ്ടും ആദ്യം മുതൽ ഈ ഒരു മെത്തേഡ് ചെയ്യേണ്ടതാണ്. ഇനി ആകാശത്തേക്ക് നോക്കി ചൊല്ലേണ്ട അതിശക്തിയാർന്ന ആ ഒരു വാക്യം ഏതാണെന്ന് നോക്കാം. ഞാൻ പ്രപഞ്ചത്തിൻ്റെ അനന്തമായ അവകാശിയാണ്. ഞാൻ പ്രപഞ്ചത്തിൻ്റെ അനന്തമായ അവകാശിയാണ്. ഞാൻ പ്രപഞ്ചത്തിൻ്റെ അനന്തമായ അവകാശിയാണ്. ഈ അത്ഭുതകരമായ വാക്യം 2 മുതൽ 5 മിനിറ്റ് വരെ നിങ്ങൾക്ക് ചൊല്ലാവുന്നതാണ്. ഇത്ര തവണ ചൊല്ലണം എന്നത്, അതായത് കൗണ്ടിങ്, ഇതിന് നിർബന്ധമില്ല. എന്നാൽ വെറും 2 മിനിറ്റ് മാത്രമേ ചൊല്ലാൻ സാധിച്ചുള്ളൂ എങ്കിലും വളരെയധികം ശ്രദ്ധയോടുകൂടി പൂർണ്ണ ഉത്സാഹത്തോടു കൂടി വേണം ഇത് ചൊല്ലുവാൻ. ഇനി ചൊല്ലുമ്പോൾ ഉച്ചത്തിലോ അല്ലെങ്കിൽ നിങ്ങളുടെ മനസ്സിലോ ചൊല്ലാവുന്നതാണ്. നമ്മൾ ചോദിക്കുന്ന സകലതും, നമ്മൾ ആഗ്രഹിക്കുന്ന സകലതും ഈ പ്രപഞ്ചത്തിലുണ്ട്. ഈ പ്രപഞ്ചത്തിൻ്റെ അനന്തമായ അവകാശികളാണ് നമ്മൾ ഓരോരുത്തരും. അതുകൊണ്ട് തന്നെ ഏതളവിലാണോ വളരെയധികം ഓപ്പൺ മൈൻഡായി ഒരു ധ്യാനത്തിൽ എന്ന പോലെ മനസ്സ് തുറന്ന് ഈ ഒരു വാക്യം അല്ലെങ്കിൽ വാചകം നിങ്ങൾ ചൊല്ലുന്നുവോ ആ ഒരു അളവിൽ കൂടുതൽ ഫലങ്ങൾ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. ഈ ഒരു വാക്യം 2 മിനിറ്റ് ചൊല്ലിയാൽ മാത്രം മതി. അപ്പോഴേക്കും നല്ലൊരു വൈബ്രേഷൻ നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നതാണ്. മനസ്സിൽ സമ്മർദ്ദം, മനസ്സിൽ ആശയക്കുഴപ്പങ്ങൾ, കൂടാതെ അടിക്കടി മനസ്സിൽ നെഗറ്റീവ് ചിന്തകൾ വരുന്നവരും ഈ ഒരു അത്ഭുതകരമായ ടെക്നിക്ക് ഫോളോ ചെയ്യുക. നിങ്ങളുടെ എല്ലാ ഡിപ്രഷനും മാറിക്കിട്ടുന്നതാണ്. മാത്രമല്ല മനസ്സിലുണ്ടാകുന്ന ആശയക്കുഴപ്പങ്ങളും പൂർണ്ണമായും മാറുകയും നല്ല തെളിഞ്ഞ മനസ്സ് ലഭിക്കുന്നതുമാണ്. ആകാശത്തേക്ക് നോക്കി ഈ ഒരു വാക്യം നമ്മൾ ചൊല്ലുന്നത് കൊണ്ട് തന്നെ നല്ല തീരുമാനങ്ങൾ എടുക്കുവാനുള്ള കഴിവും നമുക്ക് വന്നു ചേരുന്നതാണ്. ഇതിനെല്ലാം ഉപരി 48 ദിവസത്തിനുള്ളിൽ നിങ്ങൾ നല്ല ഭാഗ്യശാലികൾ ആയിത്തീരുന്നതുമാണ്. അതുകൊണ്ട് തന്നെ വളരെ സിമ്പിളായി ആർക്കും ചെയ്യാൻ സാധിക്കുന്ന ഈ ഒരു അവസരം ആരും തന്നെ പാഴാക്കരുത്. ഏത് കാര്യം ചെയ്യുമ്പോഴും പൂർണ്ണമായ വിശ്വാസമാണ് പ്രധാനം. പൂർണ്ണ വിശ്വാസത്തോടു കൂടി ആകാശത്ത് നോക്കി വെറും 2 മിനിറ്റ് ഈ ഒരു അത്ഭുത വാക്ക് ചൊല്ലി നോക്കൂ. നിങ്ങൾ ചോദിക്കുന്നത് ലഭിക്കുന്നതാണ്. അല്ലെങ്കിൽ നിങ്ങളുടെ ആഗ്രഹങ്ങൾ ഓരോന്നായി നടന്നു കിട്ടുന്നതാണ്. ഇതിനെല്ലാം ഉപരി നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ പോലും അറിയാതെ നിങ്ങളെ അത്ഭുതപ്പെടുത്തുന്ന തരത്തിൽ നിങ്ങളുടെ ജീവിതത്തിൽ അതിശയങ്ങൾ നടക്കുവാൻ ആരംഭിക്കുന്നതുമാണ്. ഈ പ്രപഞ്ചം എന്തും നൽകുവാൻ തയ്യാറായി നിൽക്കുകയാണ്. നമ്മളാണ് പ്രപഞ്ചത്തിനോട് യാതൊന്നും ചോദിക്കാത്തത്. അതുകൊണ്ട് തന്നെ ഈ പ്രപഞ്ചത്തിനോട് നിങ്ങളുടെ ആവശ്യങ്ങൾ പറയുക. 100% നിങ്ങളുടെ ആവശ്യം നിറവേറുന്നതാണ്. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും മറ്റുള്ളവരിലേക്ക് ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുവാനും മറക്കരുത്. ഇതുപോലെയുള്ള വീഡിയോസിനായിട്ട് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുവാനും മറന്നു പോകരുത്. വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നിടം വരെ നന്ദി, നമസ്കാരം.